പരിചയപ്പെടുത്താം. നമ്മൾ ചെയ്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണ ഭാഗത്ത് പാലോളിപ്പറമ്പ് എന്ന ഭാഗത്ത് അതിൻ്റെ പേര് മുഹമ്മദ് മുസ്തഫാക്കുവിൻ്റെ വീട്ടിലാണ്. വീട്ടുപേര് പൂഴിക്കുന്നൻ. ഇവർ വീട്ടിലാണ്. ഇവർക്കൊരു 3000, 3500, 4000 ഒക്കെ ബില്ല് വന്നാലും ബില്ലിന് സീറോ ആക്കാം. അത് നമ്മൾ മുതലാക്കാം. ഓക്കെ, മുസ്തഫാക്കുവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറയല്ല. അപ്പോൾ നമ്മൾ ചെയ്തത് ആ ഒരു ഫിനിഷോട് നിങ്ങൾ മനസ്സിൽ കരുതി ആ ഒരു ഫിനിഷോട് തന്നെ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. ഓക്കെ ഓക്കെ അല്ലേ, നമ്മളെന്താ വെച്ചാൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നൊന്നുമല്ല. നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇതുമൊക്കെ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാം. കമ്പി മുതൽ പൈപ്പ് മുതൽ അതിൻ്റെ ACDB DCDB മുതൽ നമുക്ക് ഇൻവെർട്ടർ മുതൽ അതിൻ്റെ A to Z കാര്യങ്ങൾ മുതൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പ്രൈസുകൾ ചെയ്യാം. പക്ഷെ അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യില്ല. അതിന് കൂടുതലൊന്നും നീളം നിൽക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആര് ചെയ്യുകയാണെങ്കിലും നിലവിലില്ല അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടിയാലും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ജനങ്ങളെ ഏറ്റെടുക്കുക. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്, അതുപോലെ പറയാൻ പോകുന്നത് ഒരു 3kW സിസ്റ്റം ഓൺ ഗ്രിഡ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഞാൻ 5kW അതുപോലെ ഒക്കെ ഒരു ഒട്ടനവധി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏകദേശം ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇവർക്ക് ബില്ല് വരുന്നത് ഏകദേശം ഒരു 2000 രൂപ ലെവലിലേക്കൊക്കെയാണ് ഇവർക്ക് ബില്ല് വരുന്നത്. അപ്പോൾ ഇവർക്കൊരു ഈ ഒരു 3kW സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3000 വാട്ട് പാനൽ, കുറച്ചുകൂടി കൂടുതൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ 3000 വാട്ട് പാനൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3000 വാട്ട് 3kW, അതിൽ നമുക്കൊരു 3500, 4500 വരെ നമുക്ക് ബില്ലിനെ മാനേജ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, എനിക്ക് AC വർക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ, മോട്ടർ വർക്ക് ചെയ്യാൻ പറ്റുമോ? അതെന്താ ആളുകൾ ചോദിക്കുന്നതെന്നോ? നമ്മൾ ഈ സോളാറിൻ്റെ എനർജിയിൽ നിന്ന് കറക്റ്റ് അങ്ങോട്ട് പോകും, അപ്പോൾ ലോഡ് താങ്ങുമോ എന്നില്ല ഇൻവെർട്ടറിൻ്റെ ഔട്ടിലൂടെയൊക്കെ എന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ നമ്മളെങ്ങനെ ചോദിച്ചാൽ KCBയുടെ കറണ്ട് നമ്മൾ ഉപയോഗിക്കും, KCBയിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ബില്ല് വരുമ്പോൾ നമ്മൾ KCBയിലേക്ക് കൊടുത്തതും നമ്മൾ ഉപയോഗിച്ചതും വെച്ചിട്ട് ബില്ലിനെ സീറോ ആക്കുന്നു. അതാണ് ഓൺ ഗ്രിഡ് സിസ്റ്റം. അതിൽ പിന്നെ മറ്റൊന്ന് കാര്യം പറയാനുള്ളത്, പകൽ നമുക്ക് സോളാറിൻ്റെ എനർജി കിട്ടുന്നത് നമ്മൾ ആ ഇൻവെർട്ടർ വഴി KCB വഴി നമ്മൾ ഉപയോഗിച്ചതിൻ്റെ സിസ്റ്റമാണ് നമുക്ക് KCBയിലേക്ക് പോകുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ പകൽ ഒരു 8 മണി മുതൽ ഒരു 4 മണി വരെ നമുക്കൊരു 5 യൂണിറ്റ് നമുക്ക് ശരാശരി ഉപയോഗം ഉണ്ടെന്ന് കരുതാം. അപ്പോൾ നമ്മൾ ഈ 5 യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ള നമുക്ക് 12 യൂണിറ്റ് എന്ന് ശരാശരി കരുതാം. ഒരു 3kW സിസ്റ്റം നമുക്ക് ശരാശരി 12 യൂണിറ്റ് എന്ന് കരുതാം. ഈ 12 യൂണിറ്റിൽ ബാക്കിയുള്ളത് KCBയിലേക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ആകും. അപ്പം നമ്മുടെ അതിൽ കാണിക്ക കൗണ്ട് ചെയ്യുക അങ്ങനെയാണ്. നമ്മൾ ഉപയോഗിച്ചതിൻ്റെ സിസ്റ്റം KCBയിലേക്ക് പോകും. അത് വെച്ചിട്ടാണ് നമ്മളെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് കാൽക്കുലേഷൻ. ഇത് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചതിൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ അതിൽ നമ്മൾ കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് നമ്മൾ ഹൈറ്റ് കൂട്ടി ചെറുതായിട്ട് ഹൈറ്റ് കൂടുതലാക്കി ചെയ്യാൻ പാടില്ല. 2.5 കൊന്നിൻ്റെ പൈപ്പും ISIയുടെ പൈപ്പും അതുപോലെ 2 കൊന്നിൻ്റെ പൈപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ കറക്റ്റ് അപ്പോക്സി പ്രൈമർ അടിച്ചിട്ട്, ഇത് നമ്മൾ ചെയ്യുന്നതിൽ ആര് ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കൂടുതൽ നമ്മൾ ഈ ഹോളുകളും കാര്യങ്ങളും നമ്മൾ വാർപ്പുമ്പോൾ ഇത്രയും സ്ട്രക്ചറൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് നമുക്ക് എൻഡ് ഭാഗങ്ങളിൽ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ആ ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മൾ കറക്റ്റ് നമ്മൾ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ അതുപോലെ ലൈറ്റിനിങ് അറസ്റ്ററും കാര്യങ്ങളും. ഇത് നമ്മൾ 5kWക്കൊക്കെ ആണെങ്കിൽ മൾട്ടി ലൈറ്റിനിങ് അറസ്റ്ററാണ് കേട്ടോ അതിൽ വരിക. പിന്നെ അതിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാതെ നമ്മൾ താഴെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതിൽ കോപ്പർ എർത്തിങ് എല്ലാം നമ്മൾ ഇതിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരുപാട് കണക്ഷൻ വരുന്നുണ്ട്. ഇനി ഓരോ ഭാഗങ്ങൾ ഞാൻ പറയുന്നില്ല. അതിലൊക്കെ 3 എർത്തിങ് ചെയ്യുന്നുണ്ട്, അലൂമിനിയം എർത്തിങ് വെച്ചിട്ട്. അതുപോലെ നമ്മൾ 4 എർത്തിങ് ചെയ്യണം. അത് പാനൽ എർത്തിങ്, അതുപോലെ നമ്മൾ ലൈറ്റിനിങ് അറസ്റ്ററിന് എർത്തർ, അതുപോലെ എർത്ത് നമ്മുടെ ACDB DCDB സെക്ഷനിലൊക്കെ നമുക്ക് എർത്തിങ് ചെയ്യണം. അതൊക്കെ നമ്മൾ അതിൽ 12, 10 എന്നുള്ള കാൽക്കുലേഷൻ ഇല്ലാതെ 10 കയറ്റാണ്ട കനം കൂടുതൽ, 12 കനം കുറവാണ്. അപ്പോൾ ആ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാം. ISIയുടെ പൈപ്പും കാര്യങ്ങളൊക്കെ ആ ക്വാളിറ്റിയോട് കൂടി ചെയ്യാം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ നമുക്ക് എവിടെ വന്നിട്ടും ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം അല്ലാതെ ഈ ഭാഗത്ത് ചെയ്യാണ്ട്. അപ്പോൾ നമുക്കിവിടെ വേറെയിലും ആൻഡ്രയിലും വേണ്ട. ഒരു ഫ്ലാറ്റ് റൂഫിൽ ചെയ്യുന്നതിന് ഒരു എക്സ്പെൻസ് ഉണ്ടാവും. അത് നമ്മൾ ഈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഒട്ടനവധി ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് അല്ലേ, നമ്മുടെ ഇൻസ്റ്റാളിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു ഓൺ ഗ്രിഡ് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ചോദിച്ചാൽ ഷീറ്റിൻ്റെ മുകളിലാണ് ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒരു ഇൻസ്റ്റാളിങ്ങിന് ഒരു ഓഫ് ഗ്രിഡ് കൂടി ഇൻസ്റ്റാളിങ്ങിന് പോയപ്പോൾ അവിടെ ആകെ പൊടി പിടിച്ചെടുക്കുക. അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ പറയുന്നത്, ഇത് ഞങ്ങൾക്ക് അവർ പറഞ്ഞു തരേണ്ടതെന്ന്. എന്നിട്ട് അയാൾ അതിന് ശേഷം അവിടെ നടന്ന് ക്ലീൻ ചെയ്യാനുള്ള സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണം. ഒരു 2 മാസം കൂടുമ്പോൾ നമ്മളൊരു മോപ്പ് കൊണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ, മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്യണം കാര്യങ്ങളൊക്കെ. ഇനി ഞാൻ പാനലും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ച് തന്നിട്ട് ബാക്കി താഴെ ഭാഗം കാണിച്ച് തന്നിട്ട് അതിന് ബാക്കി ഓരോ പോയിന്റുകളും പറഞ്ഞു തന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മൾ ഒരുപാട് വർക്കേഴ്സ് താഴത്തുണ്ട്.
ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 445 വാട്ടിൻ്റെ ഹാഫ് കട്ട് പാനൽ കേട്ടോ, വാരിയുടെ. നിങ്ങൾക്ക് അറിയാലോ 144 സെല്ലിൽ. ഇതിൽ നമ്മൾ ഇവിടെ 4 പാനൽ വരും, ഇതിൻ്റെ തൊട്ട് മേലെ 3 പാനൽ വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ലൊരു മഴയും പെയ്തു ഇതിൻ്റെ ഇടയ്ക്ക്. ഒരു മണിക്കൂറോളം അല്ലേ മുഹമ്മദ്? 1 മണിക്കൂറോളം നല്ലൊരു മഴയും പെയ്തു. നല്ല ക്ലൈമറ്റ് ആയി ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇത് എൻഡ് ക്ലാമ്പാണ്. നമ്മൾ അലൂമിനിയത്തിൽ നിങ്ങൾക്ക് അറിയാലോ, എൻഡ് ക്ലാമ്പ് വെച്ചിട്ട് അത് അലൂമിനിയം ടു അലൂമിനിയം ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരു തെല്ലും അത് അളകും കാര്യങ്ങളൊന്നും വരില്ല. സെൽഫ് സ്ക്രൂ നേരെ അടിക്കുക ചെയ്യും. അതെ, ഇത് നമ്മൾ 2-3 ടൈപ്പ് വരുന്നുണ്ട്. അലൂമിനിയത്തിൻ്റെ സെൽഫ് സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് തുരുമ്പ് വന്നിട്ട് കംപ്ലൈൻറ്റ് വരുന്ന ആ പ്രയാസങ്ങളൊക്കെ ഒഴിവിട്ടോ. ഇതൊക്കെ മൈനോറിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. ഓക്കെ, അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല പൊട്ടലൊക്കെ കേൾക്കണില്ലേ? കൂടി വേണ്ടേ? നോമ്പ് തലയിൽ കയറിട്ടോ, അപ്പൊ സംസാരങ്ങളൊക്കെ മാറിക്കണു. നമ്മളെ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ മോണോപ്പർക്ക് പ്ലസ് ഹാഫ് കട്ട്, പിന്നെ അതിന് മുന്നേ നമുക്ക് മോണോപ്പർക്ക് വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ ചൂട് വരുന്ന സമയത്ത് ആംബിയറിന് കുറക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോൾ നമ്മൾ മോണോപ്പർക്ക് പ്ലസ് ഹാഫ് കട്ട് അല്ലെങ്കിൽ 4 കട്ട് ചെയ്യുക. ഈ പോളി ക്രിസ്റ്റൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രൈസ് കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ടെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ടീംസ് പ്രൈസ് കുറച്ച് കാണിക്കുക. അപ്പം പെട്ടെന്ന് നമുക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് കിട്ടുന്നതില്ലേ നേരെ ഒരു 60-70% നമുക്ക് മഴ എങ്ങനെ പെയ്താലും നമുക്ക് മോണോപ്പർക്ക് പ്ലസ് ഹാഫ് കട്ട് പോലത്തെ നമുക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ചെറിയ പ്രൈസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ ഓടി കളിക്കുന്നുണ്ട്. 5 വർഷം ഗ്യാരണ്ടി മെഷീന്, അതുപോലെ പോളി ക്രിസ്റ്റൽ. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. പഴഞ്ച സാധനങ്ങളിലേക്ക് അതൊരു പ്രൈസ് കുറവാന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാലങ്ങളിൽ മാറ്റം വരും. വേനൽക്കാലത്ത് നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും. ഇതിൻ്റെ എത്രയോ പെർഫോമൻസ് കുറവായിരിക്കും നമുക്ക് പോളി ക്രിസ്റ്റൽ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഓൺ ഗ്രിഡും ഏതായാലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മോണോപ്പർക്ക് പ്ലസ് ഹാഫ് കട്ട്, 4 കട്ട് പോലത്തെ ബൈഫിഷ്യൽ പോലത്തെ പാനലുകൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കും. കണക്ട് ചെയ്യും ഒക്കെ നല്ല നമുക്ക് വാട്ടർ പ്രൂഫിങ്ങും ആണ്, ഡസ്റ്റ് പ്രൂഫാണ്, വെതർ പ്രൂഫാണ്. ഒരു പ്രോബ്ലം ഇല്ല. കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള കണക്ടറൊക്കെയാണ് നിലവിൽ കമ്പനികൾക്കൊക്കെ നൽകുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ കുറേ കമ്പനികളുണ്ട് പാനലുകൾ. അതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് ഒരുപാട് വർഷങ്ങളുടെ ഇടയിലും നമുക്ക് ഇത്രയും ബ്രാൻഡഡ് കമ്പനികൾക്ക് നമുക്ക് അവസരം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മാറ്റേണ്ട അവസ്ഥകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ 4 പാനൽ വെച്ചു, ഇനി ഇവിടെ 3 പാനൽ വെക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു സ്പേസും കൂടെ കൊടുത്തു. നമുക്ക് ഇടയിലൂടെ 2 ഭാഗത്ത് ക്ലീൻ ചെയ്യണമല്ലോ. ഒന്ന് സൈഡിൽ ക്ലീൻ ചെയ്യാം, നമുക്ക് സെൻറ്ററിലൂടെയും നമുക്ക് 2 പാനൽ മോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നമ്മളെ ഓൺ ഗ്രിഡ് സിസ്റ്റം ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് അടുത്തേക്ക് വരും. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ ഓൺ ഗ്രിഡിൻ്റെ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല.
ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഈ കണക്ഷനും കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ കാണിച്ചിട്ടില്ല. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഇവോടെ 10 വർഷം ഗ്യാരണ്ടിയുള്ള മെഷീനാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് 8 വർഷം ഗ്യാരണ്ടിയുടെ സോഫാറും അതുപോലെ ഗുഡ് ബി, ഗ്രോവാട്ടി, ABB ഒക്കെ നല്ല ഇൻവെർട്ടറുകളായിട്ടോ. നമ്മൾ വെച്ചത് മാത്രം ലോകത്തിൽ വലുതൊന്നും നമ്മൾ പറയില്ല. അതുപോലെ നമ്മൾ AC SPD അതുപോലെ DC SPD ഒക്കെ കാര്യങ്ങളിൽ ക്വാളിറ്റിയോട് കൂടിയ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അത് നമ്മൾ ഈ കോപ്പറിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് അലൂമിനിയം വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇതിന് 12 kg 10 kg കാര്യങ്ങളൊക്കെ വെച്ച് ഇത് നമ്മൾ 10 kg നമ്മൾ ഇതിൻ്റെ എർത്തിങ് 4 നമ്മൾ 10 kg വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ISIയുടെ പൈപ്പൊക്കെ കറക്റ്റ് അതിൻ്റെ ഫിനിഷോട് കൂടെ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 6 കോറിൻ്റെ കേബിളൊക്കെ ഇടുക. ഇങ്ങനെയൊക്കെ നമ്മൾ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി പറയുന്നത് ഒരു 10,000-15,000 രൂപയുടെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 10 വർഷം 8 വർഷം ഗ്യാരണ്ടിയിലൊക്കെ നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. ഈ 5 വർഷങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റുകളിൽ ഓടി കളിക്കുന്നുണ്ട് ഒരുപാട് 5 വർഷം 4 വർഷം വരുന്നൊക്കെ നമ്മുടെ മെഷീന് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നമ്മളെ DC SPD AC SPD ഒക്കെ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ ശ്രമിക്കുക. കേബിളിങ്ങും കാര്യങ്ങളൊക്കെ ഇനി ബാക്കി ആ മേൽഭാഗങ്ങളൊക്കെ കാര്യങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ എർത്തിയും ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ലൈനിങ് അറസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏകദേശം ഫൈനൽ ഭാഗത്താണ് കേട്ടോ വർക്ക് കിടക്കുന്നത്. ഇതിന് നമ്മൾ DCയുടെ കേബിളിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇതിലൂടെ നമ്മൾ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ 3 എർത്തിങ്ങാണ് നമ്മൾ താഴേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 എർത്തിങ്ങിൽ ഒരു എർത്തിങ് നമുക്ക് മറുഭാഗത്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ലൈനിങ് അറസ്റ്ററിൻ്റെ മറുഭാഗത്താണ്. അപ്പോൾ അങ്ങനെ 4 എർത്തിങ് നമ്മൾ അതിൽ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ DC നമ്മുടെ സപ്ലൈ നമ്മുടെ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കിടന്ന് നമ്മുടെ മെഷീൻ നമുക്കറിയാലോ, മെഷീനിലേക്ക് വന്ന് മെഷീൻ്റെ ഔട്ട് നമ്മുടെ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് വന്നിട്ട് നേരെ ഇതിൽ നമ്മളൊരു മീറ്റർ വെക്കും. ആ മീറ്റർ നമ്മുടെ നമ്മുടെ KCB മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ താഴെ ഭാഗത്തേക്കാണ് പൈപ്പിംഗ് ഇങ്ങനെ ചെയ്ത് ഈ നമ്മുടെ ISIയുടെ പൈപ്പിലൂടെ നമ്മൾ AC കേബിളാട്ടോ വരുന്നത്. AC കേബിൾ നല്ല ഗേജ് കൂടിയത് വരണം കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള കേബിൾ തന്നെ വരണം. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്, അവിടെ നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം. അത് നമ്മൾ നേരെ നമ്മൾ വെക്കുന്ന മീറ്റർ, ഈ മീറ്റർ നമുക്ക് അതിൻ്റെ കൂടെ അടുത്ത് വെക്കാൻ പാടില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ KCBൻ്റെ മീറ്ററിൻ്റെ അടുത്തായിട്ട് വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ AC വോൾട്ട് നേരെ മീറ്ററിൽ വന്ന് മീറ്ററിൻ്റെ ഔട്ട് ഫീസിൽ വന്ന് ഫീസിൻ്റെ നമ്മൾ മെയിൻ സ്വിച്ചിൽ വന്ന് നേരെ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് എക്സ്പോർട്ടിങ്ങില്ല, ഇത് ഇമ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങില്ല മീറ്റർ. ഇനി 2 മീറ്റർ അത് നമ്മൾ സെപ്പറേറ്റ് ഇനി KCB ഒന്ന് വെക്കും. അതോടുകൂടിയാണ് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഇനി ഫീസിബിലിറ്റി അതിൻ്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളും അതുപോലെ കമ്മീഷനിങ്ങും നമുക്ക് APTസും കാര്യങ്ങളും സർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതൊരു ബോക്സ് ടൈപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടെ സ്പേസും കാര്യങ്ങളും കുറവാണല്ലോ. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ നീളത്തിലെ ഒരു ഓപ്പൺ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതുപോലത്തെ ഈ ബോക്സ് ടൈപ്പാണ് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാരണത്താലാണ് കേട്ടോ. ഓക്കെ 3 എർത്തിങ് വന്നിട്ടുള്ളത് നമുക്കൊരു 2-2.5 മീറ്ററോളം ഡിസ്റ്റൻസ് വരും കേട്ടോ. അതിലൊരു എർത്ത് സെക്ഷനാണ് ഒന്ന്. അത് രണ്ടാമത്തേതാ എർത്ത് കോമ്പൗണ്ട് ഇട്ട് ക്ലിയറാക്കി വെള്ളം നനച്ച് ഇനി അത് ക്ലോസ് ചെയ്യാം അല്ലേ. ഓക്കെ, ഇനി അത് വെച്ച് ഇതും കൂടി ഇതിപ്പോൾ റോഡ്സ് നമ്മളെ മുറ്റം ഭാഗമാണെങ്കിൽ ഒരു ലോറി കയറിയാലും ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കട്ട ഭാഗങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ക്വയറായിട്ട് അതിന് കട്ട് ചെയ്താൽ നല്ല ഫിനിഷ് ആയിരിക്കും. പിന്നെ അടുത്തത് മൂന്നാമത്തെ ഇവിടെ വരുന്നു. ഈ 4-മത്തെ നമുക്ക് അവിടെ നേരെ എതിർവശമാണ് വരുന്നത് ലൈനിങ് അറസ്റ്ററിൻ്റെ. ഓക്കെ, ഇങ്ങോട്ട് വരും. ഇവിടെ നമ്മൾ നേരെ നമ്മുടെ ലൈനിങ് അറസ്റ്ററിൻ്റെ നേരെ മറുവശത്താണല്ലോ, നിങ്ങൾക്കറിയാലോ. അത് നേരെ നമ്മുടെ ഈ പൈപ്പിലൂടെ ISIയുടെ പൈപ്പിലൂടെ വന്നിട്ട് നേരെ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ വർക്കിലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ അതിൽ ചുറ്റുഭാഗം നമ്മൾ ഒന്ന് എർത്ത് കോമ്പൗണ്ട് ഇട്ട് ഇനി ലാസ്റ്റ് ക്യാമ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എർത്ത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഈ 4 നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് അലൂമിനിയം കേബിളും വെച്ചിട്ടും അതുപോലെ എർത്ത് കോമ്പൗണ്ട് ഈ ചേമ്പറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്താലൊക്കെ നടക്കും. പക്ഷേ നമ്മൾ ആരെങ്കിലും നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഇടിമിന്നൽ വരുമ്പോൾ ഷോക്ക് ശരീരത്തിൽ തട്ടാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ PVCയുടെ ക്യാപ്പൊക്കെ അടച്ചിട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇടിമിന്നൽ ടൈമിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ കിട്ടൂല. ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇടിമിന്നൽ എർത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അതെ, അത് നല്ലൊരു കാര്യം, കാരണം പ്രൊട്ടക്ഷന്റെ ഭാഗം തന്നെയാണ്. പിന്നെ ഈ എർത്ത് ചേമ്പറൊക്കെ നമ്മളെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമ്മളെ മുൻഭാഗത്തൊക്കെ ആണെങ്കിൽ വണ്ടി കയറിയാലും ഒന്നും വരില്ല കേട്ടോ, അത്രയും സ്ട്രോങ് ആണ്. എർത്ത് കോമ്പൗണ്ട് ഇട്ടിട്ടുണ്ട്, മണ്ണില് എർത്ത് കോമ്പൗണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ശരി, ഇനി അതിന്റെ മുകളിൽ നമ്മൾ എർത്ത് കോമ്പൗണ്ട് ഇട്ടിട്ട് ഒന്നുകൂടി വെള്ളം പറഞ്ഞിട്ട് നമ്മൾ തറച്ചു. ശരി, ഇതാണ് ഞങ്ങൾ ഈ 4 എർത്തിങ്ങും
ഇതുപോലെ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരു PVC-യുടെ പൈപ്പൊക്കെ വെച്ച് റൗണ്ട് വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ പാനലുകളൊക്കെ സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ. ഇനി ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമ്മൾ ചെയ്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണ ഭാഗത്ത് പാലോളിപ്പറമ്പ് എന്ന ഭാഗത്ത്, ഇതിൻ്റെ പേര് മുഹമ്മദ് മുസ്തഫാക്കുവിൻ്റെ വീട്ടിലാണ്. വീട്ടുപേര് പൂഴിക്കുന്നൻ. ഇവർ വീട്ടിലാണ്. ഇവർക്ക് ഏകദേശം ഞാൻ വീഡിയോയിലൂടെ നേരത്തെ പറഞ്ഞതാണ്, ഏകദേശം ഒരു 1500 ലെവലിൽ ബില്ല് വരുന്നത്. ഇവർക്കൊരു 3000, 3500, 4000 ഒക്കെ ബില്ല് വന്നാലും ബില്ലിന് സീറോ ആക്കാം. അപ്പോൾ ഇവർക്ക് ഒരു 1500 രൂപ ബില്ല് വരുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ചിട്ട് മുതലാക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അല്ലാതെ നമ്മളിത് KSEBിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ആ KSEBിന്ന് നമുക്ക് ആ പൈസ മാസം കിട്ടണം. നമുക്കൊരു 3 സംതിങ് നമ്മൾ ഉപയോഗിക്കാത്ത യൂണിറ്റിന് നമുക്ക് ഇയർലി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് വരും കേട്ടോ. പക്ഷേ അത് കിട്ടണമെന്നുള്ള ലാഭം നമ്മൾ നോക്കരുത്. നമ്മൾ എത്ര യൂണിറ്റ് കൊടുത്താലും നമുക്ക് ആ ഒരു പൈസ കിട്ടുള്ളൂ. നമ്മൾ എത്ര യൂണിറ്റ് ഉപയോഗിച്ചാലും നമുക്ക് സ്ലാബുകൾ മാറും. അപ്പോൾ നമ്മൾ ഇതിൽ ഇനി നമുക്ക് യൂണിറ്റ് കൂടുതൽ ലാഭ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസിൻ്റെ ഒക്കെ ഉപയോഗം കൂടുമല്ലേ, അതിന് ബില്ല് നമുക്ക് പ്രൈസ് കൂടുമല്ലേ. അപ്പോൾ നമ്മൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുതലാക്കാം. ഓക്കെ, മുസ്തഫാഖിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറയല്ല. അപ്പോൾ നമ്മൾ ചെയ്തത് ആ ഒരു ഫിനിഷോട് നിങ്ങൾ മനസ്സിൽ കരുതി ആ ഒരു ഫിനിഷോട് തന്നെ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല. ശരിയാണ്. ഓക്കെ ഓക്കെ അല്ലേ, നമ്മളെന്താ വെച്ചാൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നൊന്നുമല്ല. നമ്മളില്ലത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക. ഇതുമൊക്കെ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യാം. കമ്പി മുതൽ, പൈപ്പ് മുതൽ, അതിൻ്റെ ACDB DCDB മുതൽ, നമുക്ക് ഇൻവെർട്ടർ മുതൽ, അതിൻ്റെ A to Z കാര്യങ്ങൾ മുതൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി പ്രൈസുകൾ ചെയ്യാം. പക്ഷെ അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യില്ല. അതിന് കൂടുതലൊന്നും നീളം നിൽക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആര് ചെയ്യുകയാണെങ്കിലും നിലവിലില്ല, അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടിയാലും നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ജനങ്ങളെ ഏറ്റെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്മൾ കൂടുതൽ അറിയാൻ നമ്മൾ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ ക്യാമറമാൻ, നമ്മൾ ടെക്നീഷ്യൻ കേട്ടോ, ഹാരിസിൻ്റെ സമ്മതത്തോടു കൂടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ മറ്റുള്ള ഒരുപാട് ജില്ലകളിൽ നമ്മൾ വീഡിയോകൾ തന്നെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊക്കെ വീഡിയോ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. ഞാൻ വരും. യെസ്, ഞാൻ വരും. പറ, പുറത്തെ സൗണ്ട് കൂടുതലുണ്ട്, വോളിയം കൂട്ടിക്കളുണ്ട്. ഇതൊക്കെ പറയണ്ടോ നമ്മളതിൽ.